വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ എടുക്കുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BCOM സബ്ജക്റ്റായ കോർപ്പറേറ്റ് അക്കൗണ്ടിങ് എന്ന സബ്ജക്റ്റിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് പറയുന്നത്. പ്രീവിയസ് ഇയറിലൊക്കെ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് പറയുന്നത്. ഇനിയുള്ള എക്സാംസിലും റിപ്പീറ്റ് ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസും കൂടിയാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണാൻ ശ്രമിക്കുക. ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്കുകയാണെങ്കിൽ എൻ്റെ ലേറ്റസ്റ്റ് വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ്. ഫസ്റ്റ് നമുക്ക് കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസിൽ എന്തൊക്കെയാണ് റിപ്പീറ്റ് ആയിട്ട് വന്നുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. ഇവിടെ വന്നിട്ടുള്ളതാണ്: വാട്ട് ഈസ് ദ ജേണൽ എൻട്രി ടു ബി പാസ്ഡ് ബൈ ദ പർച്ചേസിംഗ് കമ്പനി ഫോർ മേക്കിംഗ് പേയ്മെൻറ്റ് ഓഫ് ലിക്വിഡേഷൻ എക്സ്പെൻസസ് ഓഫ് ദി വെൻഡർ കമ്പനി ഇൻ ദി കേസ് ഓഫ് അമാൽഗമേഷൻ ഇൻ ദ നേച്ചർ ഓഫ് പർച്ചേസ്? വാട്ട് ഈസ് എക്സ്റ്റേണൽ റീകൺസ്ട്രക്ഷൻ? എന്താണ് എക്സ്റ്റേണൽ റീകൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്? വാട്ട് ഈസ് ഇൻട്രിൻസിക് വാല്യൂ മെത്തേഡ്? എന്താണ് ഇൻട്രിൻസിക് വാല്യൂ മെത്തേഡ്? വാട്ട് ആർ പെർഫോമിംഗ് അസറ്റ്സ്? എന്തൊക്കെയാണ് പെർഫോമിംഗ് അസറ്റ്സ് എന്ന് പറയുന്നത്? വാട്ട് ഈസ് ദ ജേണൽ എൻട്രി ഫോർ ദി ഫോളോവിംഗ് സ്കീം ഓഫ് ക്യാപിറ്റൽ റിഡക്ഷൻ? 15,000 equity shares of ₹100 each, fully paid, have been reduced to an equal number of fully paid up shares of ₹10 each. വാട്ട് ഈസ് മണി അറ്റ് കോൾ ആൻഡ് ഷോർട്ട് നോട്ടീസ്? എന്താണ് മണി അറ്റ് കോളും ഷോർട്ട് നോട്ടീസും? അടുത്താണ് ഡിഫൈൻ ഇൻഷുറൻസ്. ഇൻഷുറൻസിൻ്റെ ഡെഫിനിഷൻ എന്താണ്? വാട്ട് ഈസ് വാല്യുവേഷൻ ബാലൻസ് ഷീറ്റ്? എന്താണ് വാല്യുവേഷൻ ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത്? അടുത്താണ് വാട്ട് ഈസ് ക്യാപിറ്റൽ റിഡംഷൻ റിസർവ്? എന്താണ് ക്യാപിറ്റൽ റിഡംഷൻ റിസർവ്? മെൻഷൻ ദ സോഴ്സസ് ഫ്രം വേർ ബൈബാക്ക് ക്യാൻ ബി മെയ്ഡ്. ഡിഫൈൻ ലീസ്. ലീസിൻ്റെ ഡെഫിനിഷൻ. വാട്ട് ഈസ് വെസ്റ്റിംഗ് പീരിയഡ്? എന്താണ് വെസ്റ്റിംഗ് പീരിയഡ്? റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ എസ്ക്രോ അക്കൗണ്ട്. എസ്ക്രോ അക്കൗണ്ടിനെ കുറിച്ചൊരു ഷോർട്ട് നോട്ട് തയ്യാറാക്കാൻ. വാട്ട് ഈസ് റൈറ്റ് ഇഷ്യൂ? എന്താണ് റൈറ്റ് ഇഷ്യൂ എന്ന് പറയുന്നത്? വാട്ട് ഈസ് NPA? എന്താണ് NPA എന്ന് പറയുന്നത്? വാട്ട് ഈസ് സ്റ്റോക്ക് സ്പ്ലിറ്റ്? എന്താണ് സ്റ്റോക്ക് സ്പ്ലിറ്റ് എന്ന് പറയുന്നത്? വാട്ട് ഡു യു മീൻ ബൈ കം ഇൻട്രസ്റ്റ് കൊട്ടേഷൻ? എന്താണ് കം ഇൻട്രസ്റ്റ് കൊട്ടേഷൻ എന്ന് പറയുന്നത്? വാട്ട് ഈസ് NCI? എന്താണ് NCI? ഇത്രയുമാണ് കോർപ്പറേറ്റ് അക്കൗണ്ടിങ് എന്ന BCOM സബ്ജക്റ്റിലെ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. സാധാരണ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് 2 മാർക്കിനോ അല്ലെങ്കിൽ 4 മാർക്കിനാണ് ചോദിക്കാറ്. ഇത്രയും ക്വസ്റ്റ്യൻസ് എന്തായാലും മിസ് ചെയ്യരുത്, എന്തായാലും നോക്കി വയ്ക്കുക. അടുത്താണ് കോർപ്പറേറ്റ് അക്കൗണ്ടിങ് എന്ന സബ്ജക്റ്റിലെ ഷോർട്ട് എസ്സേ ക്വസ്റ്റ്യൻസിൽ ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഗിവ് ലിസ്റ്റ് ഓഫ് റിസർവ്സ് വിച്ച് ആർ നോട്ട് അവൈലബിൾ ഫോർ ഇഷ്യൂ ഓഫ് ബോണസ് ഷെയർസ്. വാട്ട് ആർ ദി ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ്? ഗിവ് എ പ്രൊഫോമ ഓഫ് ഷെഡ്യൂൾ 9 അഡ്വാൻസസ് ഓഫ് എ ബാങ്കിങ് കമ്പനി. എക്സ്പ്ലെയിൻ ദ പ്രൊസീജിയർ ഫോർ അസർട്ടൈനിങ് പ്രോഫിറ്റ് ഓർ ലോസ് ഓഫ് ഇൻഷുറൻസ് കമ്പനി. From journalize the following transactions at the time of issue and redemption of debentures. A debentures issued at ₹95 repayable at ₹100. A debentures issued at ₹95 repayable at ₹105. A debentures issued at ₹100 repayable at ₹105. From the following information, compute the amount of provision to be made and loss account of a commercial bank. ഇവിടെ നമുക്ക് തന്നിട്ടുള്ള ഡാറ്റാസ് ആണ്. റുപ്പീസ് ഇൻ ലാക്സ്. സ്റ്റാൻഡേർഡ് അസറ്റ് 10,000 lakhs. സബ് സ്റ്റാൻഡേർഡ് അസറ്റ്സ് 6,400 lakhs. ഡൗട്ട്ഫുൾ അസറ്റ്സ് സെക്യൂർഡ് ഫോർ 1 year 3,200, for 2 year 1,800, for 3 year 900, more than 3 year 1,100, loss assets 3,000. അടുത്ത ക്വസ്റ്റ്യൻ ആണ്: എ കമ്പനി ഹാസ് ഇറ്റ്സ് ഷെയർ ക്യാപിറ്റൽ ഡിവൈഡഡ് ഇൻ ടു ഷെയർസ് ഓഫ് ₹10 each. ഓൺ 1/4/2012 ഇറ്റ് ഗ്രാൻഡഡ് 5,000 employees stock option at ₹50. When the market price was ₹140, the options were to be exercised between 1/3/2013 to 31/3/2013. The employees exercised their option for
4,800 shares only. Remaining options lapsed past the necessary journal entries in the books of the company. അടുത്ത ക്വസ്റ്റ്യൻ ആണ്. On 1st January 2017, a limited purchased a fixed asset for cash of rupees 5 lakh. Received a grant of rupees 2 lakh towards the cost of the asset. A limited decided to treat the grant as deferred income. The asset has a useful life of 5 years past journal entries. Explain the different classification of debentures. അടുത്ത ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് ഷെയർ? വാട്ട് ആർ ദി ഡിഫറെൻറ്റ് ക്ലാസ്സസ് ഓഫ് ഷെയർസ്? എന്താണ് ഷെയർ? ഷെയറിൻ്റെ ഡിഫറെൻറ്റ് ക്ലാസ്സസ് എന്തൊക്കെയാണ്? അടുത്തൊരു പ്രോബ്ലം ക്വസ്റ്റ്യൻ ആണ്. ഓൺ 31st March 2011, the life insurance fund of an insurance company stood at rupees 1,48,16,000. Its net liability as per actual valuation as on that date was rupees 86 lakh. A dividend of rupees 8 lakh was payable to the shareholder for the year 2010 to 2011, but an interim bonus of rupees 4,15,000 was paid to the policy holders during the 2-year period ending 31st March 2011. Prepare statement showing the amount now available as bonus to the policy holders. അടുത്ത ക്വസ്റ്റ്യൻ ആണ്. Calculate rebate on bills discounted as on 31 March 2010. ഇവിടെ നമുക്കുള്ള ഡാറ്റാസ് ആണ്. ഡേറ്റ് ഓഫ് ദി ബിൽ, എമൗണ്ട് ഇൻ റുപ്പീസ്, പീരിയഡ് ഓഫ് ബിൽ, റേറ്റ് ഓഫ് ഡിസ്കൗണ്ട്. 2010 എമൗണ്ട് ഓഫ് റുപ്പീസ് 80,000, പീരിയഡ് ഓഫ് ബിൽ 5 months, റേറ്റ് ഓഫ് ഡിസ്കൗണ്ട് 16%. 10/2/2010 എമൗണ്ട് ഓഫ് റുപ്പീസ് 14,000, പീരിയഡ് ഓഫ് ബിൽ 4 months, റേറ്റ് ഓഫ് ഡിസ്കൗണ്ട് 18%. 15/3/2010 എമൗണ്ട് ഓഫ് റുപ്പീസ് 60,000, പീരിയഡ് ഓഫ് ബിൽ 2 months, റേറ്റ് ഓഫ് ഡിസ്കൗണ്ട് 15%. അടുത്ത ക്വസ്റ്റ്യൻ ആണ്. സ്റ്റേറ്റ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ അമൽഗമേഷൻ ഇൻ ദ നേച്ചർ ഓഫ് മെർജർ ആൻഡ് അമൽഗമേഷൻ ഇൻ ദി നേച്ചർ ഓഫ് പർച്ചേസ്. ഇത്രയാണ് കോർപ്പറേറ്റ് അക്കൗണ്ടിങ് എന്ന സബ്ജക്റ്റിലെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയതും അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് ചോദിച്ചതുമായ ഷോർട്ട് എസ്സേ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. സാധാരണ ഷോർട്ട് എസ്സേ ക്വസ്റ്റ്യൻസ് 6 മാർക്കിനോ അല്ലെങ്കിൽ 8 മാർക്കിനോ സാധാരണ ഷോർട്ട് എസ്സേ ക്വസ്റ്റ്യൻസ് ചോദിക്കാറ്. ഇനി നമുക്ക് കോർപ്പറേറ്റ് അക്കൗണ്ടിങ് എന്ന സബ്ജക്റ്റിലെ ലോങ് എസ്സേ ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ് റിപ്പീറ്റഡ് എന്നുള്ളത് നോക്കാം. ഇവിടെ വന്നിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. വാട്ട് ഈസ് പർച്ചേസ് കൺസിഡറേഷൻ? എക്സ്പ്ലെയിൻ ഡിഫറെൻറ്റ് മെത്തേഡ് ഓഫ് calculating purchase consideration in the case of amalgamation. അടുത്ത ക്വസ്റ്റ്യൻ. what do you mean by bonus issue? Explain the advantages and disadvantages of bonus issue. Following is the balance sheet of G Limited as on 31st March 2010. ഇവിടെ നമുക്കുള്ള ബാലൻസ് ഷീറ്റ് എന്താ നോക്കാം. ലയബിലിറ്റീസിൽ ഷെയർ ക്യാപിറ്റൽ 3,000, 5% പ്രിഫറൻസ് ഷെയർ ഓഫ് rupees 100 each, 3 lakh. 6,000 equity share of rupees 100 each, 6 lakh. 6% debentures 1,50,000. Bank overdraft 1,50,000. Creditors 75,000. അടുത്തത് അസറ്റ്സിൽ ഗുഡ്വിൽ 22,500, ലാൻഡ് ആൻഡ് ബിൽഡിംഗ് 3 lakh, മെഷീനറി 4,50,000, stock 65,000, debtors 70,000, cash 7,500, profit and loss account 3,50,000, preliminary expenses 10,000. ഇതിൻ്റെ ടോട്ടൽ നമുക്ക് തന്നിട്ടുള്ളത് 12,75,000 ആണ് ടോട്ടൽ അസറ്റ്സിലും ലയബിലിറ്റീസിലും തന്നിട്ടുള്ളത്. On the above date, the company adopted following scheme of reconstruction. The preference share are to be reduced to fully paid shares of rupees 75 each, and equity shares are to be reduced to share of rupees 40 each, fully up. The debenture holders took over the stock and debtors in full satisfaction of their claims.
The fictitious and intangible assets are to be eliminated. The land and building to be appreciated by 30% and machinery to be depreciated by 33 1/3%. Expenses of reconstruction amounted to rupees 4,500. Give journal entries incorporating the above scheme of reconstruction and prepare the balance sheet. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഫോളോവിങ് ഈസ് ദ ബാലൻസ് ഷീറ്റ് ഓഫ് എ ലിമിറ്റഡ് ആസ് ഓൺ 31st March 2012. ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റീസിൽ ഷെയർ ക്യാപിറ്റൽ 4,000 ഇക്വിറ്റി ഷെയർസ് ഓഫ് ₹10 each 4 lakh. റിസർവ് ആൻഡ് സർപ്ലസ് ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ട് 1,80,000. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് 60,000. സെക്യൂർഡ് ലോൺ 10% ഡിബഞ്ചേഴ്സ് 2 lakh. കറണ്ട് ലയബിലിറ്റി ആൻഡ് പ്രൊവിഷൻസ് സൺട്രി ക്രെഡിറ്റേഴ്സ് 20,000. ടോട്ടൽ 8,60,000. ഇനി അസറ്റ് സൈഡിൽ ഫിക്സഡ് അസറ്റ്സ് ലാൻഡ് ആൻഡ് ബിൽഡിംഗ് 2 lakh. പ്ലാന്റ് ആൻഡ് മെഷീനറി 1 lakh. ഫർണിച്ചർ 80,000. കറണ്ട് അസറ്റ്സ് സ്റ്റോക്ക് 40,000. സൺട്രി ഡെപ്റ്റേഴ്സ് 60,000. ബാങ്ക് 3 lakh. ക്യാഷ് 80,000. ടോട്ടൽ സെയിം ആസ് ലയബിലിറ്റീസ് 8,60,000. ഇതാണ് നമുക്ക് ബാലൻസ് ഷീറ്റ് തന്നിട്ടുള്ളത്. ഇനി ഇവിടെ വന്നിട്ടുള്ള ഓൺ 1st April 2012 ബി ലിമിറ്റഡ് ടു കവർ ദി ബിസിനസ് ഓഫ് എ ലിമിറ്റഡ് ആസ് പെർ ദി ഫോളോവിങ് ടേംസ്. 1st April 2012 ബി ലിമിറ്റഡ് എ ലിമിറ്റഡിൻ്റെ ബിസിനസ്സൊക്കെ എടുത്തു, ടു കവർ ചെയ്തു. എന്തിൻ്റെ താഴെ പറയുന്ന ടേംസിൽ ഫസ്റ്റ് ടേമാണ് ഡിബഞ്ചേഴ്സ് ആർ ടു ബി ഡിസ്ചാർജഡ് അറ്റ് എ പ്രീമിയം ഓഫ് 5% ഇൻ ബി ലിമിറ്റഡ്. Creditors are to be paid off by B Limited. B Limited will issue 5 equity share ₹10 each at a market value of ₹11 for every 4 equity shares of A Limited. Cost of liquidation ₹10,000 is to be paid by B Limited. Close the books of A Limited and pass opening entries in the books of B Limited, assuming that the amalgamation in the nature of merger. ഇത്രയുമാണ് നമുക്കുള്ള ക്വസ്റ്റ്യൻസ്. അടുത്ത ക്വസ്റ്റ്യൻ ആണ് പ്രിപ്പയർ ദ ഫയർ ഇൻഷുറൻസ് റവന്യൂ അക്കൗണ്ട് ആസ് പെർ IRDA റെഗുലേഷൻസ് ഫോർ ദി ഇയർ എൻഡഡ് 31st March 2011 ഫ്രം ദി ഫോളോവിങ് ഇൻഫർമേഷൻ. നമുക്കുള്ള ഡാറ്റാസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ക്ലെയിംസ് പെയ്ഡ് ₹4,90,000. ലീഗൽ എക്സ്പെൻസസ് റിഗാർഡിംഗ് ക്ലെയിംസ് 10,000. പ്രീമിയംസ് റിസീവ്ഡ് 30 lakh. Reinsurance premium paid 1 lakh. Commission 3 lakh. Expenses of management 2 lakh. Provision against unexpired risk on 1 April 2010 5,50,000. Claims unpaid on 1st April 2010 50,000. Claims unpaid on 31st March 2011 is 80,000. ഇത്രയും ഡാറ്റാസാണ് നമുക്ക് തന്നിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഫ്രം ദി ഫോളോവിങ് ഇൻഫർമേഷൻ പ്രിപ്പയർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഓഫ് സെറ്റ് ബാങ്ക് ഫോർ ദി ഇയർ എൻഡഡ് 31st March 2016. റുപ്പീസ് ഇൻ 1000. ഫസ്റ്റ് ആണ് ഇൻട്രസ്റ്റ് ഓൺ ലോൺ 2,590. ഇൻട്രസ്റ്റ് ഓൺ ഫിക്സഡ് ഡെപ്പോസിറ്റ്സ് 3,170. റിബേറ്റ് ഓൺ ബിൽസ് ഡിസ്കൗണ്ടഡ് 490. കമ്മീഷൻ 82. ഇൻട്രസ്റ്റ് ഓൺ ഓവർ ഡ്രാഫ്റ്റ് 1,540. Directions fees and allowance 30. Auditors fees 12. Interest on saving bank deposit 680. Payment to employees 540. Discount on bill discounted gross 1,550. Interest on cash credit 2,230. Postage and telegrams 14. Printing and stationery 29. Sundry charges 17. Additional informations. First, provide for contingencies ₹2 lakh. B. Transfer ₹15 lakh 57,000 to reserve fund. Transfer ₹2 lakh to central government. ഇത്രയുമാണ് കോർപ്പറേറ്റ് അക്കൗണ്ടിംഗ് എന്ന സബ്ജക്റ്റിലെ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള
ലോങ് എസ്സേ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. സാധാരണ ലോങ് എസ്സേ ക്വസ്റ്റ്യൻസ് 15 മാർക്കിനോ അല്ലെങ്കിൽ 18 മാർക്കിനോ ആണ് ചോദിക്കാറ്. ഇത്രയും ക്വസ്റ്റ്യൻസ് എന്തായാലും ചോദിക്കാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് ഒരിക്കലും മിസ് ചെയ്യരുത്. ഈ ഒരു പ്രോബ്ലം ക്വസ്റ്റ്യൻസ് ഒക്കെ ഡയറക്റ്റ് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ടും ചോദിക്കാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് ഒരിക്കലും മിസ് ചെയ്യാതെ ഈ ഒരു പോർഷൻസ് ഒക്കെ നോക്കി വയ്ക്കുക. ഇനി നമ്മൾ അടുത്ത് പറയുന്നതാണ് കോർപ്പറേറ്റ് അക്കൗണ്ടിങ് എന്ന സബ്ജക്റ്റിൽ ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള വൺ വേർഡ് ക്വസ്റ്റ്യൻസ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ദ പെർസെൻറ്റേജ് ഓഫ് പ്രൊവിഷൻ റിക്വയർഡ് ഓൺ അൺസെക്യൂർഡ് ഡൗട്ട്ഫുൾ അസറ്റ് ഈസ് ഡാഷ്. ജനറൽ ഇൻഷുറൻസ് ഈസ് എ കോൺട്രാക്ട് ഓഫ് ഡാഷ്. പ്രിഫറൻസ് ഷെയർ കനോട്ട് ബി റെഡീംഡ് അൺലെസ് ദേ ആർ ഡാഷ്. Profit on sale of sinking fund investment account is credited to dash account. CRR represents dash. Liability for partially paid investment is dash. ഇത്രയാണ് നമുക്ക് വൺ വേർഡ് ക്വസ്റ്റ്യൻസിൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് പറയുന്നത്. വൺ വേർഡ് ക്വസ്റ്റ്യൻസ് അത്ര ഇമ്പോർട്ടൻ്റ് ഇല്ല, പക്ഷേ ഇടയ്ക്കിടയ്ക്ക് മാറിയിട്ടൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എന്തായാലും ഈ ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കി വയ്ക്കുക, ഇതിൻ്റെ ആൻസേഴ്സൊക്കെ ഒന്ന് നോക്കി വയ്ക്കുക. ഇത്രയുമാണ് കോർപ്പറേറ്റ് അക്കൗണ്ടിങ് എന്ന സബ്ജക്റ്റിലെ ടോട്ടൽ ഇമ്പോർട്ടൻ്റ് ആയതും അതുപോലെ തന്നെ റിപ്പീറ്റ് ആയിട്ട് പ്രീവിയസ് ഇയറിൽ ചോദിച്ചതും ഇനി ചോദിക്കാൻ ചാൻസ് ഉള്ളതുമായ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഇത്രയും ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങൾ എന്തായാലും മറക്കാതെ തന്നെ പഠിക്കുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഡൗട്ടുകളും അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാം. താങ്ക്